ഗൈസ് ചായ കുടിക്കാൻ പോയല്ലോ. നല്ല തീരുമാനം. നീ വരുന്നില്ലേ ചായ കുടിക്കാൻ? എടാ ഞാൻ ചെടി എനിക്ക് നേരത്തെ എൻ്റെ അടി നിനക്ക് വേറെ പണിയൊന്നുമില്ല അവളെയൊക്കെ വിളിക്കാൻ. അവൾക്ക് ആ കടയിൽ ചായ ഒന്നും ഇറങ്ങത്തില്ല. ഞാൻ നിന്നോട് എന്തെങ്കിലും പറയാൻ വേണ്ടി വന്നോ? ഞാൻ അവളോടല്ലേ പറഞ്ഞു വെറുതെ കയറി വന്ന് ചോദിച്ചു. പിന്നെ ചോദിച്ചിട്ടാണ് എനിക്ക് വല്ല ചൊറിയും പിടിക്കാൻ. ഞാൻ നല്ല തമാശ എല്ലാം ചിരിച്ച് ചളി പറഞ്ഞു വെച്ചു. മാറ്റി നിർത്തി രണ്ടെണ്ണം കൂടി. കുറെ നേരമല്ല തുടങ്ങിയിട്ട്. അല്ല നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് സ്നേഹത്തിൽ സംസാരിക്കോ? ഇവനോടൊക്കെ എങ്ങനെയായിട്ട് സ്നേഹിച്ച് സംസാരിക്കുക? നിന്നോട് സ്നേഹത്തിലെന്നല്ല ഒരു രീതിയിലും സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞോട് സംസാരിക്കാൻ വരാം. അത് സംസാരിക്കുന്നില്ല. വേണ്ട മതി വാ ചായ കുടിക്കാൻ പോവാ. എടി ഞാൻ നാളെ ഉണ്ടാവില്ലേ? എനിക്കൊരു കല്യാണം ഉണ്ട്. അപ്പൊ നാളെ നമുക്ക് സമാധാനം ഉണ്ടാവും. നല്ല വർക്ക് ഫ്രം ഹോം ആയി മതിയിരുന്നു അല്ലേ? ഇതിനൊന്നും മുഖം കണ്ട ആവശ്യമില്ലല്ലോ. പോണേ വാ ചായ കുടിക്കാൻ പോവാ. പക്ഷേ ഓഫീസ് ഭയങ്കര സൈലന്റ് ആണല്ലോ. ചിലർക്ക് ഇവിടെ ഉള്ളതായിട്ട് മനസ്സിലാവുന്ന പോലും ഇല്ലല്ലോ. എനിക്കതൊരു കാര്യം മനസ്സിലായില്ല. മനസ്സിലായി വരണേ. നീ ഭയങ്കര സൈലന്റ് ആണല്ലോ. ചാണ്ടി വരാത്തോണ്ടാണോ? കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവളില്ലാതെ ഒരു വൈബില്ലല്ലോ ഓഫീസ്. നിങ്ങൾക്ക് തോന്നിയില്ലേ? ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അതെ. നിനക്ക് അങ്ങനെ തോന്നിയോ എന്നുള്ളത് ഞങ്ങൾക്ക് വേണ്ട. എനിക്കൊരു കാര്യം പറയാനുണ്ട്. സത്യം പറഞ്ഞില്ലെങ്കിൽ പൊക്കിടുന്ന ആപ്പോട്ടടിക്കും. ഞങ്ങളാരും പൊട്ടന്മാരാന്ന് വിചാരിക്കണ്ട. എടാ നീ ചോദിക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. എടാ എനിക്ക് അവളോട് എന്തോ ഒരു എടാ ഇതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് അവളില്ലാത്ത ദിവസം ഈ ഓഫീസിലോട്ട് വരാനേ തോന്നാറില്ല. അതെ എടാ മോനെ, നിനക്ക് അവളുടെ പ്രേമമാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ആരും പൊട്ടന്മാരൊന്നും അല്ലല്ലോ. എടാ ഇത് അങ്ങനെയൊന്നും കൂടുതൽ മെഴുകണ്ട. നീ ഫോൺ എടുത്ത് അവളെ വിളിച്ച്. അവള് നല്ല വിഷമിച്ചാ പോലെ. ഇപ്പോഴും വിളി നീ നോക്കാം. കിട്ടുന്നില്ല. അവള് കല്യാണ തിരക്കിലായിരിക്കും. നാളെ നീ അവള് വരുമ്പോഴേ എനിക്ക് ഇഷ്ടമാണെന്നുള്ള തുറന്നോ. അല്ലെങ്കിൽ നീ എന്നും ഇങ്ങനെ അവളെ ആലോചിച്ചുകൊണ്ടിരിക്കാനേ പറ്റും. എടാ ഈ ഇഷ്ടവും സ്നേഹമൊക്കെ ഉണ്ടല്ലോ മനസ്സിലൊക്കെ തുറന്നു പറയണം. അല്ലെങ്കിൽ മനസ്സിരുന്ന് പോവുകയുള്ളൂ. എടാ പക്ഷേ എടാ എനിക്കും തോന്നുന്നു അവൾക്ക് എന്നെ ഇഷ്ടമാണെന്നാ. അല്ലാതെ പറഞ്ഞു നോക്ക് നീ. ഹലോ ഹലോ, ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. ഇത് DK അഡ്വർടൈസിംഗ് അല്ലേ? അതെ. നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സാന്ദ്രചാണ്ടി എന്ന് പറയുന്ന കുട്ടീനെ ഇവിടെ ഒരു ആക്സിഡന്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കുട്ടിയുടെ ബാഗിൽ ID കാർഡിൽ നിന്നാണ് ഓഫീസ് നമ്പർ കിട്ടിയത്. സോറി, ആ കുട്ടി മരിച്ചു. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ വീട്ടിലൊന്ന് വിവരം അറിയിക്കണമായിരുന്നു. ഹലോ അരുണേ, നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഇതിൽ കൂടുതലൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലടാ. നീ ഒന്നേ നാളത്തോട് ജോലിക്ക് വരണം, അല്ലെങ്കിൽ റിസൈൻ ഇടണം. ഞാൻ റിസൈൻ ഇട്ടോളാം സാർ. എൻ്റെ പോലത്തെ സാധനങ്ങൾ എടുക്കാനുണ്ട്. അതിന് നാളെ വന്നെടുത്തോളാം. നന്നായിട്ട് ആലോചിച്ചിട്ടാണോ? എടാ ലൈഫ് ഇങ്ങനെയാണ്. ഇന്ന് കാണുന്നവരെ ചിലപ്പോൾ നാളെ കാണില്ല. എനിക്കിനി അവിടെ പറ്റില്ല. സോറി. നീ പറഞ്ഞത് ശരിയാ. ഈ
ഇഷ്ടവും സ്നേഹമൊക്കെ തോന്നിയാൽ തുറന്ന് പറയണം, അല്ലാതൊന്നും മനസ്സിരിക്കത്തുള്ളൂ. നീ എപ്പോഴും പറയാറില്ലേ ഈ സ്നേഹമൊക്കെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെന്ന്. എനിക്കിപ്പോൾ അത് മനസ്സിലായി.